ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിനി നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താകും എന്നുള്ളത്. നിങ്ങൾ കണ്ടില്ലേ, പെരും മഴയാണ്. മഴയാണെങ്കിൽ ചോർന്നിട്ട് നമ്മളെ കൊണ്ട് വീഡിയോ എടുക്കൽ നടക്കൂല. അപ്പോൾ എന്താ ഇപ്പോൾ നമ്മളിപ്പോൾ കാട്ടാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? മമ്മ ഇന്നലെ പറഞ്ഞ ഐഡിയ ആണ്. കാട്ടാൻ ഉദ്ദേശിക്കുന്നത് എന്താ, പ്ലാസ്റ്റിക് വാങ്ങിക്കൊണ്ടുവരിക, ഒരു പേരന്റെ മുകൾക്കൂടെ ഇടുക. അതിനു മുമ്പ് വേറെ കുറച്ച് പണിയുണ്ട്. നമ്മൾ ഈ ഫ്രണ്ടിൽ കണ്ടില്ലേ, ഇത് മാറ്റാനുണ്ട്. കണ്ടോ, ഈ ഒരു വടിമലൊക്കെയാണ് ഈ സാധനം നിൽക്കുന്നത്. അതേപോലെ തന്നെ അവിടെ ഉണ്ട് ഒരു പൊട്ടാനായ മുള. ആ മുളമ്മലൊക്കെയാണ് നമ്മൾ പെര നിൽക്കുന്നത്. പെരല്ല, ഈ ഒരു ഷീറ്റ് നിൽക്കണേ. ഓട്ടോറിക്ഷക്കാരൻ വന്നു. ഓട്ടോറിക്ഷ അവിടെ നിൽക്കണേ. നമ്മൾ മഴ ആയതുകൊണ്ട് ഓട്ടോറിക്ഷയിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കുറച്ച് കമ്പിയും സാധനങ്ങളും കൊണ്ടുവരാണ്ട് ബൈക്കുമ്പോൾ പോലെ എന്തായാലും നടക്കൂല. എന്നാൽ ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ, ഈ ഷീറ്റൊക്കെ ഒന്ന് മുറിച്ചിട്ട് അറുത്തിടുക. എന്നാ പിന്നെ നമ്മള് വന്നിട്ട് പെട്ടെന്ന് പരിപാടി തീർക്കാം. ഷീറ്റ് അതിന് മുകളിൽ കൂടെ ഇടാം. മഴ ഇല്ലെങ്കിൽ ഇത് ഇറക്കുള്ളൂ കേട്ടോ. മഴ പോയിട്ട് ഒരു കാര്യം ഒന്നും നടക്കൂല. മഴ പോയിട്ട് നമുക്ക് ഒരു പണി നമ്മൾ നടക്കൂല. ബൈക്ക് കുഴപ്പമില്ലല്ലോ. ബൈക്ക് അല്ലെങ്കിൽ വള്ളത്തിൽ കൂടെ ബൈക്ക് പോലെ. ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ വരുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് കഴിഞ്ഞു. ആയിക്കോട്ടെ, അപ്പൊ വരുമ്പോ ഞങ്ങൾ വിളിച്ചാ നമുക്ക് സാധനങ്ങളൊക്കെ പോയിട്ട് വാങ്ങിക്കൊണ്ടിരാം. അതാണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത്. രണ്ട് കോറ എടുത്തോളി. അപ്പൊ നമുക്ക് പോയാണ്ട് വലിയ കോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഷീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഷീറ്റ് തന്നെയാണ്, അതായത് ടാർപ്പ. എന്നിട്ട് ഇതിന്റെ മുകളിൽ കൂടെ ഇടിച്ചണം. അല്ലാന്നുണ്ടെങ്കിൽ പേരെ തീരുമാനമാവും. നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വരാം. വൗക്കാനൊന്നും ആയിട്ടില്ലമ്മ. ഞങ്ങൾ പോയിട്ട് വരാം. ഉമ്മ അവിടെ നിന്നാണ് കൊഞ്ഞാണ്ട് കയറി പോയി. നമുക്ക് എന്തായാലും സാധനങ്ങൾ പോയിട്ട് വാങ്ങി തരാം. അതെ ഗൈസ്, വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ പെരിജായി മഴ. കേറിക്കോ. നമുക്ക് ഈ നേരം ഞാൻ അവിടെ തിരികണം. അങ്ങനെ നമ്മളിവിടെ കടൻ്റെ അവിടെ എത്തി. ഇത് കയറിയില്ലെന്നാ ഓക്കെ. കട്ടി കൂടി തന്നെ നോക്കിയാണ് വാങ്ങി ഇവിടെ എന്തായാലും. അതായത് പെരന്റെ മുകളിൽ കൂടെ ഇടാനുള്ളതാ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ എടുത്തുള്ളതാ. സാധനം ഉണ്ടോ നോക്കട്ടെ, എന്നിട്ടല്ലേ. ആണോ? ഏറ്റവും വലുതാ വണ്ടി. എന്താ അളവ് കാണിച്ചു തരട്ടെ. അളവ് അറിയില്ലല്ലോ. ഇതൊന്നും പോരട്ടോ. നല്ല വലിപ്പം വേണമല്ലോ. വേണം. പോയിക്കോ, അങ്ങനെ നീട്ടി അങ്ങനെ പോയിക്കോ. ഇത്രേ ഉള്ളൂ. ഇത്ര അളവ് എടുത്തോണ്ടിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ. ഇത് നമ്മളെ പേര് എത്ര ഇതുണ്ട്? സ്ക്വയർ ഫീറ്റ് മേപ്പടിക്ക് വരുന്നില്ലേ? അതാ ഒരു മിനിറ്റ്. ഇത്ര വലിപ്പോ? ഇതിന് വലുതുണ്ടോ? ഇതിന് വലുത് വേണം. ഇത്രക്കൊക്കെ ഉണ്ടോ? പിന്നെ ആണോ? മേപ്പടിക്കില്ലടാ. 30 എടുത്തിക്കണേ. ഇത് കാര്യമെങ്കിൽ നമ്മള് +2 പാസ്സായി. നമുക്ക് അളവൊന്നറിയാതെ പോകുന്നു. ഇവിടെ അളവൊക്കെ എഴുതി വെച്ചിരുന്നു. സ്ക്വയർ ഫീറ്റിന് എത്രയാണ്? സ്ക്വയർ ഫീറ്റ് അറിയില്ല. ഇനി അതിന്റെ നേരെ ചെറുതുമ്പാടെ വേണം. ആണോ? എനിക്ക് ഈ സാമാനം റിട്ടേൺ വരുമെന്ന് പേടിയാണ്. മനസ്സിലായി. ഇതാണ് സാധനം. ഓക്കെ, ഇത് മതി. എത്തുവൊക്കെയല്ലേ വരണ കൂടെ? ഇല്ലൊക്കെ മതിയാവും. എത്തിയിട്ടില്ലെങ്കിൽ എന്താ അത്ര കാക്കാം. ഇതൊന്നും ഇനി അടുത്തൊരു കയറ് വേണം. എടാ മറ്റേ ഫ്രണ്ട് വേണ്ടേ? അതിന് ചെറുതും 24 മീറ്ററിനുണ്ടോ? 24 മീറ്ററോ? ഇത് എത്ര മീറ്ററാ? 10 മീറ്റർ. 10 മീറ്ററോ? നമ്മളങ്ങനെ ടാർപ്പായൊക്കെ വാങ്ങി സെറ്റ്. നമ്മളെല്ലാ വിധത്തിലും സഹകരിച്ച ചെക്കൻ. എന്റെ പേരെന്താ? ഇവിടെ എന്ത് ചെയ്യണേ? ഇവിടെ പണിയെടുക്കണത്. നമ്മളെ ഓട്ടോറിക്ഷ പോയി. നമ്മള് തൊപ്പിയും കൂടി വാങ്ങിയിട്ടുണ്ടോ? ആണോ? എവിടുന്ന്? ആണോ? എന്റെ അടുത്തറിയുന്ന ആളാണല്ലോ, പക്ഷെ എനിക്കറിയില്ല. മനസ്സിലായി. എന്റെ എക്സിന്റെ നാട്ടുകാരോ? അതല്ല പോണത്. മൂപ്പരാണ് ഓട്ടോറിക്ഷക്കാരനോടെ. ഇതാണ് ഓട്ടോറിക്ഷ. അതാണോ? ചെക്കൻ പണിയെടുക്കുന്നുണ്ട്. അത് എടുത്താണ് നേരെ ഓട്ടോറിക്ഷ കൊണ്ടുവച്ചാ. പിന്നെ ഇതും നേരെ പെരി പോയോക്കാം. നമ്മളിപ്പോ കമ്പി നോക്കാൻ വേണ്ടി വന്നിക്കാണ്. നമ്മള് പെരന്റെ തൂണില്ലേ, അതായത് ഇത് തുമ്മത്തെ ഷീറ്റ് കിട്ടുമ്പോ അവിടെ ഒരു കാലും ഒക്കെ ഉണ്ടേ. 3 കാലും പിന്നെ സൈഡിലൊക്കെയാണ്. എന്തായാലും അളവൊക്കെ നോക്കുന്നുണ്ട്. ഇതാണ് പൗതിന്നോ? അത്രക്ക് തായോ? അത്രക്ക് താവലുണ്ടാവില്ല, എന്നാലും ഇത്രക്ക് താവലുണ്ടാവുള്ളൂ. അവിടെ പാറയാണ്. നമ്മളങ്ങനെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുത്തിക്കണേ. ആ സാധനം നമ്മൾ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോവാണ്. നമുക്ക് ഈ കമ്പി വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോകണത്. അത് എങ്ങനെ കൊണ്ടുപോവാ? കുടിച്ച് കുടിച്ചേണ്ടി വരുമോ? കുടിച്ച്
കുടിച്ച് വേണ്ടിയിട്ടില്ലേ അതായത് വെളിക്കന്നെ കുടിച്ചുണ്ട് അപ്പൊ നമ്മളെ പെരന്റെ താഴത്ത് നമുക്ക് ഇറക്കാം എന്നിട്ട് ഉമ്മമാനി മണിയോട് വിളിച്ചിരുത്തല്ലേ അങ്ങോട്ട് ഏറ്റി കൊണ്ടുപോയാൽ മതി അങ്ങോട്ട് എത്തിക്കിട്ടിയാൽ പിന്നെ നമുക്ക് പ്രശ്നമല്ല. അങ്ങനെ നമ്മളെ സാധനം എത്തിക്കണ്ടോ ഇവിടെ ഉണ്ട് മോട്ടർ എടുക്കുന്നുണ്ട് അത് നിലത്തിറക്കി വെച്ചാൽ മതി നമ്മളങ്ങോട്ട് കൊണ്ടുവരും പിടിച്ചോ കൊണ്ടുപോകാൻ വയ്ക്കോ എന്നാ പിന്നെ തലീക്കണ്ട് ഏറ്റി വെച്ചിട്ട് കെട്ടും മാമാൻ്റെ അടുത്ത് കൊടുത്താ ഇനി മയത്താണ് നമ്മളെ ഫുള്ള് പരിപാടി അതിനുള്ള ടൂൾസാണ് വാങ്ങിക്കുന്നത് തൊപ്പി അറിയോ മയത്ത് പണിയെടുക്കാൻ വേണ്ടിട്ട് അതെങ്ങനെ തലയിൽ നിൽക്കണം അതിന്റെ ഉള്ളില് സാധനം വെച്ചിട്ട് മോയന്തത്തിൽ അവിടെ ഉണ്ടോ അവിടെ ഉണ്ട് ഉമ്മ പൈസ കൊടുക്കട്ടെ നമ്മളെ കമ്പിയൊക്കെ ഇറക്കി വെച്ചിക്കണ് നമുക്കില്ല പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെടുത്ത് മോൾക്ക് കയറ്റണം അങ്ങനെ ഗൈസ് നമ്മളെ പരിപാടി തുടങ്ങാൻ പോവാണ് ഇമ്മമ്മ അവിടെ തട്ടിടുന്നുണ്ട് ഇമ്മമ്മ തലയിൽ തൊപ്പിയിടി ആവശ്യം തല്ലിൽ വെള്ളമാവും തൊപ്പിട്ട് വരി അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം നമ്മളിവിടെ കയറ് കെട്ടി വെച്ചിക്കണ് പ്ലാൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് എടുത്ത് എറിയാം ഇതെവിടെ കുടുങ്ങി എന്തേ ഏതോടെ പൊട്ടിയത് പറയ് ഏതോടെ പൊട്ടിയ ഇവിടെ ഏതോടെ പൊട്ടിയേ വലിയ ഐഡിയ ഇങ്ങോട്ട് വരി ഇവിടെ വരി വരി എന്റെ പടച്ചറ ബെയ്റ്റുകളൊക്കെ മേച്ചെടുക്കണമെന്നുണ്ടെങ്കിലേ ഭയങ്കര സീൻ വരി ഇനി എന്താണ് കൊത്തിപ്പൊറുക്കി കുത്തിരിക്കണം ഇങ്ങോട്ട് വരി മമ്മ ഈ സീറ്റ് എങ്ങനെയാ വിരിച്ചത് വെള്ളടിക്ക് അങ്ങോട്ട് പോ മഴ വരുന്നതിന് മുമ്പ് പെട്ടെന്നൊന്ന് പരിപാടി കഴിച്ചാണെന്ന് ചിമ്മിനിമൊക്കെ എങ്ങനെയാ എത്തുന്നത് അപ്പൊ ഒരു കാറ്റിന്റെ അടിച്ച സാധനം പോകും അറിയോ സാധാ പോലെ ഇങ്ങനെ ഇടുക ഇങ്ങനെ വിരിച്ചിടുക അതിനുള്ളതേ ഉള്ളൂ ചിമ്മിനിമൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയിക്കൂടെ വെള്ളം ഇറങ്ങും അത് നിമ്മമ്മക്ക് കണ്ടുണ്ട് അതിനേതാ മറ്റേത് ഏതാ മറിച്ചേതാ നോക്കുക ആദ്യം നീളം വീതി ഏതാ നോക്ക് ഇത് 30 അല്ലേ സെയിം ആണ് 30 ആണെന്നുണ്ടെങ്കിൽ സെയിം ആണ് രണ്ട് ഭാഗവും സെയിം ആണ് അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങോട്ടേക്ക് ബാക്കിക്ക് ഞാൻ കയറിയാട്ടോ അങ്ങോട്ട് ആകെ കൊളാക്കി ഇന്റെ ഉമ്മ ആകെ കൊളാക്കി മുട്ടായിനാക്കല്ലേ അത് കൊടുങ്ങും കെട്ടുടങ്ങി ഇനി ഒന്നും കാട്ടാൻ പറ്റൂല അത് കണ്ടോണ്ടിയേ മാറുന്ന ചെറിയ മൂഞ്ചൊക്കെ മാറ്റിക്കോ എന്താ നമ്മ കാട്ടിയേ ഇജ എങ്ങോട്ടാക്കണ് അങ്ങോട്ട് ഇറങ്ങി പോകുള്ളൂ ഷീറ്റ് വലിച്ചുമ്പോ ക്ലിയർ ആക്കാം വലിച്ചാ എന്നാ അവിടെ മുറിച്ചോട്ടോ കത്തിരിക്കി എന്തിനാ അവിടെ മുറിച്ചണോ പിന്നെ മുറിച്ചാൽ പിന്നെ ഇവിടെ കെട്ടിടുമ്പോ കെട്ടി വലിച്ചാളല്ലേ കത്തിരിക്കുമ്പോ കത്തി അവിടെ അവിടെ മുറിച്ചേ ആ തലമ്മ കൂടെ ലോക്കാക്കി വെച്ചാൽ മതിയില്ലേ എന്നാ ഞാനല്ലോ മോയിന്റെ കൈ പറയുന്നു പാണിക്കാ എവിടെയാണ് കാറ്റ് അങ്ങോട്ടാ എനിക്ക് കാണുന്നു വേണ്ടത് നോക്കടാ ഒരു ഓടാക്കണ അവിടെ ഒഴിച്ച് അത് അവിടെ ഒരു ഓടും അവിടെ എപ്പോ അത് മോണ്ടാകുന്ന മേലെയൊക്കെ പോയപ്പോ അല്ല ഇട്ടൊന്നും പാടും പറഞ്ഞില്ലല്ലോ കോഴിക്ക് മുട്ട അവിടെ കൊട്ടയിലൊന്നല്ല മുട്ട ഇരിക്കണം മുട്ട 4 വീക്ക് കൂടിയാണ് എന്നിട്ട് 20 ദിവസം 28 ദിവസം വിരിയും കോഴിക്ക് അട വെച്ചുമ്മ കോഴിയൊക്കെ കോഴിയൊക്കെ അട വെച്ചത് കൊട്ടയിലാണ് കോഴി കൊട്ടയിലിരിക്കുന്നുണ്ട് അതെ കോഴി കൊട്ടയിലുണ്ട് നാല് വട്ടം 4 വയ്ക്കും അവിടെ കേട്ടെ ഉമ്മ എന്നെ ഒന്ന് കണ്ട അല്ലെങ്കിൽ ഉമ്മ ഞാൻ ഇട്ടു പറയും എന്റെ അമ്മ എന്താ സാധനം അറിയിച്ചു ഓക്കെ അവിടെ എത്തി ഞാൻ അവിടെ പോയിട്ട് വലിച്ചല്ലേ
കുഞ്ഞാൻ ആ ഇതെന്താ പരിഹാരം? അതെന്താ പരിഹാരം? ചുമ്മാ ടൈറ്റ് ആക്കി വലിച്ചു. കയറിന ഇട്ടിട അപ്പുറത്തേക്ക്. വെല്ല വെല്ല വലിച്ചോ. അത് ആവണ്ട. ആ വലിച്ചോ വലിച്ചോ. വെല്ല വെല്ല പെരും മയ്യനടാ. നീ അപ്പുറത്തത് അങ്ങോട്ടാണ് കേക്കൂല മഴ ആയോണ്ട്. അടുത്തത് ഇത് 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 നടുത്തെ ഇത് ആ വെല്ല വെല്ല പോട്ടെ. ആക്കും പോലെ വെല്ല 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 വലിച്ചോളി. എന്തോ കേട്ടോ ആ ഓട് പോയോ? മിണ്ടണ്ട കേക്കണ്ട. പെരും മഴയാണ്. ഈ മഴയത്ത് കൂടെ ഓ ആ ഓട് അങ്ങനെ ആയില്ലേ. അവിടെ നടുത്ത് ഓട് കൊടുക്കണില്ലേ. ഉള്ളിക്ക് വെള്ളം ഉണ്ടാവോ? ഞാൻ പറയുമ്പോഴേ ഉമ്മ ആ തലക്കത്ത് പോയിട്ട് വലിച്ച്. ആ തലക്കത്ത് എങ്ങനെ വലിച്ചോ? ഉമ്മ കുത്തി ഓട്ടാക്കല്ലേ. ഉമ്മ അവിടെ കുത്തി ഓട്ടാക്കിട്ട് വെള്ളം കളിയുന്നുണ്ട്. ഉമ്മ അവിടെ നിക്ക്. പറച്ചടാ ഈ മഴ മുകളിൽ കുടുങ്ങി. അപ്പൊ നമ്മള് താഴെ പോയാണ് കോണി എടുത്തോണ്ടാണ്. ഇതിന്റെ മുകളിൽ കേറിയിട്ട് വേണം ശരിയാക്കാന്. ആണോ? ഇല്ല 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 വലിച്ചോ വലിച്ചോ വലിച്ചോ. കുഴപ്പമില്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ആക്കടാ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മളെ പണി ഏകദേശം മുക്കാലായി എന്ന് പറയല്ലേ അമ്മ? ഒടുക്കാമത്തെ മഴ കാരണം നമുക്ക് പണി ക്ലിയർ ആക്കി എടുക്കാൻ പറ്റില്ല. ഭയങ്കര കാറ്റ് മഴയാണല്ലേ. അവിടുത്തെ മൂലികത്തൊക്കെ കെട്ടാല്ലേ? ആദ്യത്തെ കൊടുത്ത് ഒഴിവാക്കണം. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നടക്കാനും ബൈക്കൂല. കണ്ടോ എല്ലാം എടുത്തു കയറ് കണ്ടോ മൊത്തം കയറാണ്. ആ ഇവിടെ ഇഷ്ടം പോലെ വേസ്റ്റ് ഉണ്ട്. എല്ലാത്തിനും എവിടുന്ന തല വരുന്ന ഇമാരുടെ എടുക്കുന്ന അങ്ങനെ നമ്മളിവിടെ മോൾ ഭാഗം ഇതാക്കണ ഇങ്ങനെ ആക്കിയാണ്ട് വെച്ചിട്ടോ. ബാക്ക് സൈഡ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ചോർച്ച വരുന്നത്. അപ്പൊ ഈ ഭാഗം നമ്മള് ഇത്രയൊക്കെ കവറാക്കി വെച്ചിക്കണേ. ഞാൻ പറയുമ്പോഴാ ഇവിടെ കുറച്ച് ചുങ്ങി കിടക്കണില്ലേ. ഇതെടുത്താണ് ആ ചിമ്മിന്റെ മുകളിലോട്ടാലോ. അപ്പൊ ഉള്ളിൽ കൂടെ കാറ്റണ്ട് കയറും. അറിയോ? ഉള്ളിൽ കൂടെ കാറ്റ് അങ്ങനെ പോകും. അതിന് കയറൊക്കെ 4 ഭാഗത്തും വലിച്ചു കെട്ടിയാൽ മതി. അപ്പൊ സീനുണ്ടോ? എന്റെ മേൽക്കൊന്നും നമുക്ക് എങ്ങനെയായാലും കയറാൻ പറ്റൂല. അല്ല ഒരു തോട്ടിനെടുത്താണ് മോൾ കൂടെ ആക്കാൻ പറ്റൂലേ. കാറ്റ് കയറുന്ന കേസ് ഓക്കെ. പക്ഷെ വലിച്ചു കെട്ടണ ചിമ്മിന്റെ മേൾക്ക് അത് ഓൾറെഡി പറ്റൂല. വല്ലാതെ വലിച്ചണ്ട. ആ തകരത്തുമ്പോ തട്ടിയാണ് കയറും. ഉമ്മ വിചാരിക്കണ മാതിരി കാറ്റ് നല്ല കാറ്റുണ്ട്. കാറ്റിന്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ പൊളിയും ചെയ്യും. ഒറ്റ പോക്കാ കയറാൻ. പിന്നെ ടാറ്റ എടുക്കേണ്ടി വരും നീട്ടിയാണ്ട്. ഞാൻ വരുമ്പോ ഇപ്പൊ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് കെട്ടുക അത്രേ ഉള്ളൂ. 4 ഭാഗത്തും പിടിച്ച് കെട്ടിയാൽ മതി അല്ലേ? അതെ. എന്താ അമ്മ അറിയണേ? തല കൊമ്പിട്ട് എവിടെ നമ്മൾ അതിന്റെ ഉള്ളിൽ പോയിട്ട് അവിടെ കെട്ടുമ്പോൾ ഇട്ട് കൊടുത്തിരുന്നു. അതായത് ഈ മൂലക്ക് ഒരു കെട്ടിട്ട് കൊടുത്താണ് ഇവിടുത്തെ പാറാക്കാൻ വേണ്ടിട്ട്. ഇടഞ്ഞൊന്ന് ഇവിടെയും കെട്ടേണ്ടി വരില്ലേ? അല്ലാന്നുണ്ടെങ്കിൽ കാറ്റ് വന്നാണ് പിന്നെയും പാറും. വലിച്ചാണ് കെട്ടിക്കാണ്ട് ഒരു മഴക്കാലം കഴിയണമെങ്കിലും ഉണ്ടായാൽ മതി. പറ്റുന്ന വൈകി നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ മാക്സിമം ഈ പേരൊന്ന് മോഡിഫൈ ചെയ്യാന്. ഞാൻ ഓടൊക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ സെറ്റ് ആവൂലേ? നല്ലൊരു വെയില് കിട്ടണ്ടേ? ഏകദേശം അതിവിടെ കാറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവട്ടെ. ഒരു പേരോണ്ട് ബാക്കിലൊരു കുടുങ്ങി. നമ്മൾ ഓരോ ഭാഗത്തും ഇങ്ങനെ കെട്ടിക്കൊണ്ട് ഇങ്ങനെ നിക്കാട്ടോ. അപ്പൊ ഇവിടെ ഈ ഭാഗത്തും കൂടിയും കെട്ടി, അവിടുന്ന് മൊത്തം അങ്ങനെ കെട്ടി, പിന്നെ ഇവിടെയും കൂടിയും കെട്ടി. ഗൈസ് അങ്ങനെ നമ്മളെ പണി ഏകദേശം കഴിഞ്ഞു. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ മോൾ ഭാഗത്തെ ആ വലിയ ഷീറ്റാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള കാര്യം ഉണ്ടായിന്. അതായത് ചോരിനോണ്ട് അവിടെ ഏകദേശം കഴിഞ്ഞ് തീരുമാനമാക്കി വെച്ചു. ഇനിയുള്ള പരിപാടി പറയുന്നത് ഷീറ്റും കൂടിയും വെക്കാണ്ട്. പക്ഷെ ഇന്ന് എന്തായാലും നടക്കൂല. നമ്മൾ അതിന് കമ്പിയൊക്കെ ഇന്ന് വാങ്ങിക്കണേ. പക്ഷെ അത് ഇന്ന് നടക്കൂല. കാരണം രാത്രിയായി. ഇനി എന്താ മാക്ക് അറിയാല്ലേ?
എങ്ങനെയുണ്ട് ഇപ്പൊ മോൾ ഭാഗം കണ്ടിട്ട് എങ്ങനെയുണ്ട്? എന്തേ ഇവിടെ നോക്കി പാടി ഉമ്മമാരുടെ മുഖത്തുണ്ട് കേട്ടോ ആ സന്തോഷം. വേനൽക്കാലം വരഞ്ഞ് കുഴപ്പമുണ്ടാവില്ല തോന്നുന്നു. ആരും ഇന്റെ കട്ടിൽ പാത്രമൊക്കെ കൊണ്ടുവച്ച് അവിടെ ഓടകളിച്ചു അവിടെ ഓടുകൾ കീഴിയപ്പോ ഞാൻ ചരുവുണ്ടതിന്റെ മുകളിൽ ചിമ്മിനിന്റെ അവസ്ഥ എന്താ? ചിമ്മിനിന്റെ അവസ്ഥ നമുക്ക് ചെറിയ ഷീറ്റ് വേണമെങ്കിൽ കേട്ടാ. നമുക്കേ ചിമ്മിണിമക്കും ആ ഭാഗത്തേക്ക് ഇവിടെ ഇത് മാറ്റൂലേ, അപ്പൊ അത് മതി. ഇപ്പൊ ഉണ്ട് നമ്മള് വേറെ ഷീറ്റും ഇവിടെ വാങ്ങിക്കണ്. ഇത് നമുക്ക് നാളെ ഇടാനുള്ളതാണ്. ഇതുണ്ട് നിങ്ങള്. അപ്പൊ അമ്മ എന്താ അറിയോ, ആ വലിയ ഷീറ്റ് ഉണ്ടല്ലോ എടാ, ആ ഷീറ്റില്ലേ, ആ ഷീറ്റ് നമുക്ക് നാളെ ഇവിടെ ഫ്രണ്ടിൽ ഇടാം. എന്നിട്ട് ഇവിടുത്തെ ഷീറ്റ് നമുക്ക് വറകിനും പിന്നെ മറ്റേ തുണിയാൾ ഡ്രസ് ഇടൂലേ അങ്ങോട്ട് ഇട്ടാ പോരെ. ഇത് വെടുക്ക നനഞ്ഞ കോഴിക്കളപ്പത്തിന് ചായയും കുറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ചായ കൊണ്ടുവന്ന് എപ്പ തുടങ്ങിയ ആ പെയ്ത മഴയൊക്കെ നമ്മള് കൊണ്ടില്ല. ഇല്ല പിന്നെ അതായത് ഇടാൻ നിന്നപ്പോ പെരിഞ്ചാതി മഴ ഇട്ട് കഴിക്കുമ്പോ മഴ തോന്നും ചെയ്തു. എന്തല്ലേ നല്ലൊരു മഴ വരുന്ന ചാൻസ് ഉണ്ട് കേട്ടോ. അതിന്റെ കൂടെ വേറൊരു കോമഡി കൂടി ഉണ്ടായിക്കണ്. ഇവിടുത്തെ ഒരു കാക്ക ടൈമും അറിയാണ്ട് ബാങ്ക് കൊടുത്തിക്കണ്. 5:45 ബാങ്ക് കൊടുത്തിക്കണ്. എന്നിട്ട് പകുതി എത്തി നിർത്തിയാണ്ട് പറഞ്ഞു സോറി ടൈം അറിയാതാണ്. ഏതാ വൈബ്, ഞങ്ങളെ നാട്ടുകാരെ വൈബ് അല്ലേ. വാ എന്തായാലും നമുക്ക് ഇനി ചായ അടിച്ചാ. ഇപ്പൊ ഗൈസ് ഏറെ നേരത്തെ കഷ്ടപ്പാടിന് ഒടുവിൽ നമ്മൾ ഇതില് എന്താ പറയാ, എന്താ ഇതിന് പറയാനുള്ളത്, പ്ലാസ്റ്റിക് ഇടാൻ വരുന്ന മുകളിൽ കൂടെ അടിപൊളി. ഏറെ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മൾ ഇതിന് ബലം കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് പ്രതീക്ഷിക്കാം ചോർച്ച ഉണ്ടാവില്ലാന്ന് അല്ലേ. ചോരൂല, ഇനി ചോരൂല ചോരാന്നാണ് ഞങ്ങളെ പ്രതീക്ഷ. നമുക്ക് വീഡിയോ അതിന്റെ പാക്കിയാലോ. വീഡിയോന്റെ പകന്ന ഇന്ന് നല്ല നയിപ്പുള്ള ഒരു വീഡിയോ ആയി. അതെ, മഴ കാരണം. ഇതൊക്കെ നാളേക്കൊക്കെ പണി കേട്ടോ. ഇവിടെ നാളേക്കൊക്കെ പണിയാ. നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ. അപ്പൊ വൈൻഡപ്പ് ചെയ്യണമെന്ന് അറിയാം. വീഡിയോ അവസാനിപ്പിക്കാണ്. എല്ലാരും നമ്മളെ വീഡിയോ കാണുക, മോനോടല്ല പറയേണ്ടത്, ഇവിടെ അല്ലേ പറയേണ്ടത്. നമ്മളെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. എല്ലാവർക്കും അസ്സലാമലൈക്കും. അവിടെ ഓണ് നോക്കിട്ടല്ലേ പറയണ്ടേ, ഇവിടെ അല്ലേ എന്തല്ലേ ആൾക്കാര്. എല്ലാവർക്കും അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. പെരും മഴ കൊണ്ടിട്ടാണ്. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ. അതെ, ഞാൻ വെള്ളം ചൂടാക്കാൻ ഞാൻ വിളിച്ചല്ലേ. വള്ളം ചൂടാക്കാൻ വന്നു വല്യമ്മക്ക് കുളിച്ചാന് തണുത്തിട്ട്. അതെ, നമുക്ക് എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.